അൻവറിനെ കോൺഗ്രസ് വേണ്ടെന്ന് പറയില്ലെന്ന് KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ. അൻവർ ജനപിന്തുണയുള്ള നേതാവാണ്. അദ്ദേഹം പാർട്ടിയിൽ വരണമെന്ന് ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ സാങ്കേതിക കാരണങ്ങളാലാണ് തീരുമാനം നടക്കാതിരുന്നതെന്നും സുധാകരൻ പറഞ്ഞു. അൻവർ നയപരമായ രാഷ്ട്രീയ സമീപനം സ്വീകരിച്ച് CPM-ൽ നിന്ന് വന്ന ആളാണ്. അദ്ദേഹം കോൺഗ്രസിലേക്ക് വരണമെന്നായിരുന്നു ഞാൻ അന്നേ ആഗ്രഹിച്ചത്. വരാമെന്ന് അദ്ദേഹം ഏറ്റതുമാണ്. എന്നാൽ ചില സാങ്കേതികമായ പ്രശ്നങ്ങളെ തുടർന്ന് ഇത് നടക്കാതെ പോയി. ഇനി കോൺഗ്രസിലേക്ക് വരാൻ അദ്ദേഹം തയ്യാറുണ്ടെങ്കിൽ പാർട്ടി അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം എടുക്കുകയും ചെയ്യും. ജനപിന്തുണയുള്ള കഴിവുള്ള അദ്ദേഹത്തിനെ പോലൊരു നേതാവിനെ കോൺഗ്രസ് വേണ്ടെന്ന് പറയില്ല. അൻവറിന്റെ കോൺഗ്രസ് പ്രവേശനത്തിൽ നേതൃത്വത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് കരുതുന്നുമില്ല. എന്നിരുന്നാലും ഞാനല്ല, കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട സമിതിയാണ് അക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളേണ്ടതെന്ന് സുധാകരൻ എടുത്തു പറഞ്ഞു. അൻവറിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും സ്വീകരിച്ചത്. അൻവർ UDF-നൊപ്പം നിൽക്കേണ്ടതായിരുന്നുവെന്നും അദ്ദേഹത്തിന് മുന്നിൽ ഞങ്ങൾ വാതിൽ കൊട്ടിയടച്ചിട്ടില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കുന്ന കാര്യം നേതൃത്വം ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഇക്കാര്യത്തിൽ VD സതീശൻ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് നോ കമന്റ്സ് എന്നാണ് VD സതീശൻ മറുപടി നൽകിയത്. അതേസമയം 9 വർഷം കേരളത്തെ ഭരിച്ചു മുടിച്ച കേരളത്തിന്റെ ജനജീവിതം അങ്ങേയറ്റം ദുസ്സഹമാക്കിയ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള കേരള ജനതയുടെ വിധിയെഴുത്താണ് നിലമ്പൂരിലേതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിൽ കുറിച്ചു. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഇത് ആര്യാടൻ ഷൗക്കത്തിന്റെയും UDF-ന്റെയും മാത്രം വിജയമല്ല, ഇത് കേരളത്തിലെ ജനതയുടെ വിജയമാണ്. 9 വർഷം കേരളത്തെ ഭരിച്ചു മുടിച്ച കേരളത്തിന്റെ ജനജീവിതം അങ്ങേയറ്റം ദുസ്സഹമാക്കിയ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള കേരള ജനതയുടെ വിധിയെഴുത്താണ്. വരാനിരിക്കുന്ന വലിയ യുദ്ധത്തിന്റെ മുന്നോടിയായി നടന്ന സാമ്പിൾ വെടിക്കെട്ടാണിത്. കേരളത്തിന്റെ ജനങ്ങൾക്കു വേണ്ടി നിലമ്പൂർ ജനത ആദ്യ യുദ്ധം വിജയിച്ചിരിക്കുന്നു. വിലക്കയറ്റവും അഴിമതിയും കെടുകാര്യസ്ഥതയും കൊണ്ട് ജീവിതം അസഹ്യമാക്കുന്ന ഒരു ജനവിരുദ്ധ ഹൃദയരഹിത സർക്കാരിനെതിരെ എങ്ങനെയാണ് ഒരു ജനത പ്രതികരിക്കേണ്ടതെന്ന് നിലമ്പൂർ ജനത കാട്ടിത്തന്നിരിക്കുന്നു. ഇതൊരു തുടക്കമാണ്. ഇതൊരു കൊടുങ്കാറ്റാകും. ഈ സർക്കാർ ഈ കാറ്റിൽ കടപുഴകും. ഈ വിജയത്തിനു പിന്നിൽ പ്രവർത്തിച്ച നിലമ്പൂരിലെ വോട്ടർമാർക്ക് ഒരിക്കൽ കൂടി നന്ദി. ഒപ്പം ചിട്ടയായ പ്രവർത്തനം കാഴ്ചവെച്ച വീട് വീടാന്തരം കയറിയിറങ്ങിയ ഓരോ വോട്ടർമാരോടും സംവദിച്ച UDF-ന്റെ കരുത്തരായ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നു. കേരളത്തിന്റെ മുക്കിലും മൂലയിലും നിന്ന് എത്തിച്ചേർന്നവരാണവർ. നിലമ്പൂർ പോരാട്ടത്തെ ഒരു പാൻ കേരള പോരാട്ടമാക്കി മാറ്റിയത് അവരാണ്. അവരുടെ ചിട്ടയായ പ്രയത്നവും ആത്മാർത്ഥതയുമാണ് ഈ വോട്ടെടുപ്പിനെ ഏറെ സ്വാധീനിച്ചത്. ഒപ്പം UDF നേതൃത്വത്തിന്റെ കൂട്ടായ പ്രവർത്തനം ഒരുമയുടെയും ഐക്യത്തിന്റെയും സന്ദേശം നൽകി. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകരും നേതാക്കളും കൈമേയ് മറന്ന് രംഗത്തിറങ്ങി ഈ വൻ വിജയത്തിലേക്ക് നയിച്ചു. ഈ യുദ്ധം അവസാനിച്ചിട്ടില്ല. ഇതൊരു തുടക്കം മാത്രം. നമുക്ക് അടുത്ത കടമ്പ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ്. വിശ്രമിക്കാൻ സമയമില്ല. അരയും തലയും മുറുക്കി വീണ്ടും രംഗത്തിറങ്ങാം. മറക്കരുത്. കേരള ജനതയുടെ പ്രതീക്ഷ ഇനി നമ്മളിലാണ് എന്ന് നേതാവ് ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം തിരഞ്ഞെടുപ്പിൽ ഏകദേശം 14% വോട്ടുകൾ നേടാൻ അൻവറിന് സാധിച്ചിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ ഓരോ റൗണ്ടിലും 1000-ലധികം വോട്ടുകളുടെ ലീഡ് നേടാൻ അൻവറിന് കഴിഞ്ഞിരുന്നു. ആദ്യ റൗണ്ട് വോട്ടെണ്ണിയപ്പോൾ തന്നെ UDF-നെയും LDF-നെയും വിറപ്പിക്കുന്ന പ്രകടനമാണ് അൻവർ കാഴ്ചവെച്ചത്. താൻ ഒരു ചെറിയ മീനല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് 1588 വോട്ടുകളുടെ ലീഡാണ് അൻവർ നേടിയത്. ഈ ഘട്ടത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് 3614 വോട്ടും LDF സ്ഥാനാർത്ഥി M സ്വരാജിന് 3195 വോട്ടുകളുമായിരുന്നു ലഭിച്ചത്. രണ്ടാം റൗണ്ടിലേക്ക് കടന്നപ്പോൾ 1278 വോട്ടുകൾ നേടാൻ അൻവറിന് കഴിഞ്ഞു. മൂന്നാം റൗണ്ടിൽ 1259 വോട്ടുകളാണ് അൻവറിന് ലഭിച്ചത്. ഇത്തരത്തിൽ ഓരോ ഘട്ടത്തിലും ഇരു മുന്നണികളുടെയും കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് മികച്ച പ്രകടനം നടത്താൻ അൻവറിന് കഴിഞ്ഞു. അൻവർ LDF-ന്റെ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുമെന്നായിരുന്നു UDF കേന്ദ്രങ്ങളുടെ വാദം. എന്നാൽ ആദ്യ റൗണ്ട് മുതൽ തന്നെ അൻവർ ക്ഷീണം വരുത്തിയത് UDF-നാണെന്നാണ് കണക്കുകൾ പറയുന്നത്. ശക്തി കേന്ദ്രങ്ങളിൽ പോലും അൻവർ UDF-ന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്.